പോൺ സിനിമ കാണുന്നവർ വളരെ കൗതുകത്തോടെ വീക്ഷിക്കുന്ന ഒരു പ്രവൃത്തിയാണ് ഇംഗ്ലീഷിൽ സ്ക്വിർട്ടിംഗ് എന്ന് പറയുന്നത്. അതായത് ഒരു സ്ത്രീ അവരുടെ രതിമൂർച്ചയുടെ പാരമ്യതയിലെത്തുമ്പോൾ ആ രതിമൂർച്ചയ്ക്കൊപ്പം തന്നെ അവരുടെ യോനിക്കുള്ളിൽ നിന്നും വെള്ളത്തിന് സമാനമായിട്ടുള്ള ഒരു ദ്രാവകം ശക്തമായിട്ട് തെറിച്ച് പുറത്തോട്ട് വരുന്ന ഒരു പ്രതിഭാസമാണ് ഈ സ്ക്വിർട്ടിംഗ് എന്ന് പറയുന്നത്. സ്ത്രീകൾ ഉൾപ്പെടെ പല വ്യക്തികളും എന്നോട് ചോദിക്കാറുള്ളത് ഇത് സത്യത്തിൽ നടക്കുന്ന കാര്യമാണോ അതോ വല്ല ക്യാമറ ട്രിക്കുമാണോ എന്നൊക്കെയാണ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഈ സ്ക്വിർട്ടിങ്ങിൻ്റെ സത്യത്തെ പറ്റിയാണ്. അതിനോടൊപ്പം നമ്മൾ സംസാരിക്കാൻ പോകുന്ന വേറൊരു കാര്യം, സ്ത്രീകൾ സെക്സിൽ ഏർപ്പെട്ടതിന് ശേഷം മൂത്രമൊഴിച്ചു കഴിഞ്ഞാൽ അവർക്ക് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസ് ഉണ്ടാകാനുള്ള ഒരു സാധ്യത കുറയുമോ എന്നാണ്. ഈ രണ്ട് വിഷയത്തെപ്പറ്റി നമ്മളോടൊപ്പം ഇന്ന് സംസാരിക്കാൻ ചേരുന്നത് ഡോക്ടർ ലിസ ഡോൺ ഹാമിൽട്ടൺ ആണ്. കാനഡയിലെ മൗണ്ട് എലിസൺ യൂണിവേഴ്സിറ്റിയിലെ സൈക്കോളജി പ്രൊഫസറും യൂണിവേഴ്സിറ്റിയുടെ സെക്സ് റിസർച്ച് ലാബിന് നേതൃത്വം നൽകുന്ന വ്യക്തിയുമായ ഡോക്ടർ ലിസ ഡോൺ, ഡോക്ടർമാരും ഹെൽത്ത് കെയർ പ്രൊഫഷണൽസുകളും ഉൾപ്പെടെയുള്ള എക്സ്പേർട്ടുകൾ ലൈംഗികതയെപ്പറ്റി ജനങ്ങളോട് പറയുന്ന കാര്യങ്ങളുടെ പിന്നിലുള്ള സത്യാവസ്ഥയെപ്പറ്റി ഗവേഷണം ചെയ്യുകയും ആ കണ്ടെത്തലുകൾ അവരുടെ പോഡ്കാസ്റ്റായ ഡു വി നോ തിങ്സിലൂടെ ജനങ്ങളുമായിട്ട് പങ്കുവെക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയുമാണ്. നമസ്കാരം, എൻ്റെ പേര് സംഗീത് സെബാസ്റ്റ്യൻ. ഞാനൊരു സെക്ഷുവാലിറ്റി റൈറ്ററും സെക്സ് എഡ്യൂക്കേറ്ററുമാണ്. ലൈംഗികതയിൽ ഏറ്റവും അധികം ഗവേഷണങ്ങൾ വന്നു തുടങ്ങിയത് പ്രത്യേകിച്ചും സ്ത്രീകളുടെ ലൈംഗികതയിൽ കാനഡയും UK-യും അമേരിക്കയും സ്വീഡനും ഓസ്ട്രേലിയയും പോലെയുള്ള രാജ്യങ്ങളിൽ കഴിഞ്ഞ 30 കൊല്ലത്തിനുള്ളിൽ മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെയും കേരളത്തിലുമൊക്കെ ഈ ഒരു മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒട്ടുമിക്ക ഡോക്ടർമാരും ഹെൽത്ത് കെയർ പ്രൊഫഷണൽസുകളുമൊക്കെ സംസാരിക്കുന്ന കാര്യങ്ങൾ കാലഹരണപ്പെട്ട കഥകളാണ്. കാരണം അവരൊന്നും തന്നെ അവരുടെ മെഡിക്കൽ കരിക്കുലത്തിൻ്റെ ഭാഗമായിട്ട് ലൈംഗികതയെ പറ്റിയോ ലൈംഗികതയിൽ വരുന്ന പുതിയ ഗവേഷണങ്ങളെ പറ്റിയോ ഒന്നും തന്നെ പഠിക്കുന്നില്ല. ഈ ഒരു വസ്തുത സ്വന്തം ജീവിതാനുഭവത്തിൽ നിന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷം തുടങ്ങിയ ഒരു പ്ലാറ്റ്ഫോമാണ് വിവോക്സ്. അതുകൊണ്ട് തന്നെയാണ് വിവോക്സ് ഇന്ത്യയിലെയോ കേരളത്തിലെയോ ഒന്നും ഡോക്ടർമാരെ ഇന്റർവ്യൂ ചെയ്യാതെ ഇന്ന് ലൈംഗികതയിൽ ഏറ്റവും അധികം ഗവേഷണങ്ങൾ നടക്കുന്ന രാജ്യങ്ങളിലെ എക്സ്പേർട്ടുകളും ഡോക്ടർമാരുമായിട്ടും ഒക്കെ ഒരു സംഭാഷണം നടത്തുന്നത്. പക്ഷേ ആ ഒരു ദൗത്യം വിജയിക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളുടെ സഹായം കൂടിയേ തീരൂ. കാരണം വിവോക്സ് വളരുന്നതിനനുസരിച്ച് ലോകത്തിലെ തന്നെ പ്രസിദ്ധരായിട്ടുള്ള എക്സ്പേർട്സുകളെ എനിക്ക് നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരാൻ സാധിക്കും. അപ്പോൾ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഒരു സ്ത്രീയുടെ ശരീരം ലൈംഗിക ഉത്തേജന സമയത്ത് പലതരത്തിലുള്ള ദ്രാവകങ്ങൾ ഉൽപ്പാദിപ്പിക്കാറുണ്ട്. ഇതിൽ ആദ്യത്തേത് വെജിനൽ ലൂബ്രിക്കേഷൻ എന്ന് പറയും. അതായത് ആ ലൈംഗിക ഉത്തേജന സമയത്ത് ഒരു സ്ത്രീയുടെ യോനി ആ ലൈംഗിക പ്രവൃത്തി സുഖകരമാക്കുന്നതിന് വേണ്ടി ഉൽപ്പാദിപ്പിക്കുന്ന ഓയിലി ആയിട്ടുള്ള ദ്രാവകം. പുരുഷന്മാർക്ക് ലൈംഗിക ഉത്തേജനം സംഭവിക്കുമ്പോൾ അവരുടെ ലിംഗത്തിന്റെ അഗ്രഭാഗത്തുണ്ടാകുന്ന നനവ് പോലെയുള്ള ഒരു പ്രതിഭാസമാണിത്. ഇത് ഓരോ സ്ത്രീയിലും അവരുടെ മാനസിക നിലയെയും ശാരീരിക ആരോഗ്യത്തെയും ലൈംഗിക ഉത്തേജനത്തെയും ആർത്തവ വിരാമത്തെയും ഒക്കെ ആശ്രയിച്ച് വ്യത്യാസമായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ വെജിനൽ ലൂബ്രിക്കേഷൻ എന്ന് പറയുന്നത് ഒരു സ്ത്രീയുടെ ലൈംഗിക താല്പര്യത്തിൻ്റെ അടയാളമായിക്കൊള്ളണമെന്നില്ല. ഈ വെജിനൽ ലൂബ്രിക്കേഷൻ സംഭവിക്കുന്നത് ഒരു സ്ത്രീയുടെ യോനിയുടെ 2 സൈഡിലായിട്ട് സ്ഥിതി ചെയ്യുന്ന ബെർത്തോളിൻസ് ഗ്ലാൻസ് എന്ന് പറയുന്ന ഗ്രന്ഥികളിൽ നിന്നാണ്. ഇത് കൂടാതെ ലൈംഗിക ഉത്തേജന സമയത്ത് ഒരു സ്ത്രീയുടെ ശരീരം വേറെയും ദ്രാവകങ്ങൾ ഉൽപ്പാദിപ്പിക്കാറുണ്ട്. രതിമൂർച്ചയിൽ എത്തുന്ന സമയത്ത് ചില സ്ത്രീകളിൽ കണ്ടുവരാറുള്ള ഒരു ദ്രാവകമാണ് ഈ ഫീമെയിൽ ഇജാക്കുലേറ്റ്. കാഴ്ചയിൽ ഇത് പുരുഷന്റെ ശുക്ലത്തിൻ്റെ സമാനമായിട്ടുള്ള ഒരു ദ്രാവകമാണ്, മിൽക്കി വൈറ്റ് ആയിട്ടുള്ള ഒരു ദ്രാവകമാണ്. പുരുഷന്മാരുടെ ശുക്ലം ഉൽപ്പാദിപ്പിക്കുന്ന പ്രോസ്റ്റേറ്റിന് സമാനമായിട്ടുള്ള സ്ത്രീകളിലുള്ള സ്കീൻസ് ഗ്ലാൻഡുകളാണ് ഈ ഫീമെയിൽ ഇജാക്കുലേറ്റ് ഉൽപ്പാദിപ്പിക്കുന്നത് എന്നാണ് വിലയിരുത്തൽ. ഒരു സ്ത്രീയുടെ ശരീരം ഉൽപ്പാദിപ്പിക്കുന്ന മൂന്നാമത്തെ ദ്രാവകമാണ് ഈ പോൺ സിനിമകളിലും മറ്റും കാണുന്ന സ്ക്വിർട്ട് എന്ന് വിളിക്കുന്ന ദ്രാവകം. ഇത് തികച്ചും സത്യം തന്നെയാണ്, അല്ലാതെ ക്യാമറ ട്രിക്കൊന്നുമല്ല. ഈ സ്ക്വിർട്ട് എന്ന് വിളിക്കുന്ന ദ്രാവകം ഉത്ഭവിക്കുന്നത് ഒരു സ്ത്രീയുടെ മൂത്രസഞ്ചി സ്ഥിതി ചെയ്യുന്ന പ്രദേശത്തിൻ്റെ അരികിൽ നിന്നുമാണ് എന്നാണ് വിലയിരുത്തൽ. പക്ഷേ ഗവേഷകരെ ഇപ്പോഴും കുഴയ്ക്കുന്ന ഒരു ചോദ്യം അതല്ല. ഈ സ്ക്വിർട്ട് എന്ന് വിളിക്കുന്ന ദ്രാവകം മൂത്രമാണോ അതോ മറ്റെന്തെങ്കിലും ദ്രാവകമാണോ എന്നാണ്. ഈ ദ്രാവകത്തിൽ നടത്തിയ പരിശോധനകൾക്കും ഒരു വ്യക്തമായിട്ടുള്ള ഉത്തരം ഇതുവരെ കണ്ടെത്തുവാൻ സാധിച്ചിട്ടില്ല. പക്ഷേ ഈ സ്ക്വിർട്ടിംഗ് സാധ്യമാകുന്ന സ്ത്രീകൾ പറയുന്നത് ഇത് മൂത്രമല്ല എന്നും താൻ ഈ സ്ത്രീകൾ പറയുന്നതിനോടൊപ്പമാണ് എന്നുമാണ് ഡോക്ടർ ലിസ ഡോൺ പറഞ്ഞത്. ഈ സ്ക്വിർട്ടിംഗ് എന്ന് പറയുന്ന പ്രതിഭാസം സത്യമാണോ അല്ലയോ എന്ന് മനസ്സിലാക്കാൻ താല്പര്യം കാണിക്കുന്നവർ ചോദിക്കുന്ന ചോദ്യത്തോടൊപ്പം തന്നെ അവർ ചോദിക്കുന്ന വേറൊരു ചോദ്യം, ഇത് എല്ലാ സ്ത്രീകൾക്കും സാധ്യമാണോ എന്നാണ്. സ്ക്വിർട്ടിംഗ് എല്ലാ സ്ത്രീകളിലും ശരിയായ ഉത്തേജനം ലഭിക്കുകയാണെങ്കിൽ സാധ്യമാണ് എന്ന് അവകാശപ്പെടുന്നവരുണ്ട്. വേറെ ചിലർ എല്ലാവർക്കും ഇത് സാധ്യമല്ല എന്ന് പറയുന്നവരാണ്. എന്തു തന്നെയായാലും ഒരു പങ്കാളിയുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ നിങ്ങൾക്ക് രതിസുഖം ലഭിക്കുന്നുണ്ടെങ്കിൽ അത് സ്ക്വിർട്ടിങ്ങിലൂടെയാണോ അതോ ഇജാക്കുലേഷനിലൂടെയാണോ സംഭവിക്കുന്നത് എന്ന് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ഈ 2 മാർഗത്തിലൂടെ അല്ലെങ്കിൽ പോലും അവിടെ ഒരു രതിസുഖം നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടെങ്കിൽ അത് മാത്രം കണക്കിലെടുക്കേണ്ട ആവശ്യമേ ഉള്ളൂ. സ്ക്വിർട്ടിംഗ് ആണോ ഇജാക്കുലേഷൻ ആണോ, ഏതാണ് സ്ത്രീകളിൽ കൂടുതൽ സംഭവിക്കാൻ സാധ്യതയുള്ളത്?
ഇതിനെപ്പറ്റിയും നമുക്ക് വ്യക്തമായിട്ടുള്ള ഒരു ഉത്തരം പറയുവാൻ സാധിക്കുകയില്ല. കാരണം വേണ്ടത്ര പഠനങ്ങളുടെ അഭാവം തന്നെയാണ്. ലൈംഗികതയെപ്പറ്റി നമ്മൾ ചെറുപ്പത്തിലെ കേട്ട് വളരുന്ന ഒട്ടുമിക്ക കാര്യങ്ങളും സയൻസിലോ റിസർച്ചിലോ ഒന്നും അടിസ്ഥാനമില്ലാത്ത കെട്ടുകഥകളാണ്. പക്ഷേ ഈ കഥകൾ നമ്മളുടെ മനസ്സിൽ പതിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ഈ കഥകളുടെ പിന്നിലുള്ള സത്യത്തെപ്പറ്റി നമ്മൾ മനസ്സിലാക്കിയാൽ പോലും അത് ഉൾക്കൊള്ളാൻ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം ആ സമയം കൊണ്ട് ഈ കഥകൾ നമ്മളുടെ ലൈംഗികതയെ പറ്റിയുള്ള കാഴ്ചപ്പാടിൻ്റെ ഭാഗമായിട്ട് തന്നെ മാറിക്കഴിഞ്ഞിരിക്കും. അങ്ങനെ ഒട്ടുമിക്ക സ്ത്രീകളും ഇന്നും അന്ധമായിട്ട് വിശ്വസിക്കുന്ന ഒരു കഥയാണ്, തെളിവുകളുടെയോ റിസർച്ചിൻ്റെയോ ഒന്നും അടിസ്ഥാനമില്ലാതെ അന്ധമായിട്ട് വിശ്വസിക്കുന്ന ഒരു കഥയാണ് സെക്സിന് ശേഷം മൂത്രമൊഴിച്ചു കഴിഞ്ഞാൽ സ്ത്രീകളിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസ് കുറയും എന്നുള്ള കഥ. ഡോക്ടർ ലീസ ഡോണും ഈ ഒരു കഥയിൽ മറ്റ് സ്ത്രീകളെ പോലെ തന്നെ ഈ അടുത്ത കാലം വരെ ഉറച്ചു വിശ്വസിച്ചിരുന്ന ഒരു സ്ത്രീയായിരുന്നു എന്നാണ് എന്നോട് പറഞ്ഞത്. പിന്നീട് ലൈംഗികതയെപ്പറ്റി താൻ അറ്റൻഡ് ചെയ്ത ഒരു കോൺഫറൻസിലാണ് ആദ്യമായിട്ട് മനസ്സിലായത് ഈ ഒരു കഥയ്ക്ക് പിന്നിൽ യാതൊരു റിസർച്ചോ പഠനങ്ങളോ ഒന്നും തന്നെ ഇല്ല എന്ന്. മാത്രവുമല്ല, സെക്സിന് ശേഷം മൂത്രമൊഴിക്കാൻ പോകുന്ന സമയം കൊണ്ട് ആ കീടാണു മൂത്രസഞ്ചിയിലോ മൂത്രനാളിയിലോ ഒക്കെ കയറിപ്പറ്റിയിരിക്കും. പക്ഷേ ഈ ഒരു വസ്തുത താൻ ആ കോൺഫറൻസിൽ വെച്ച് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കിയിട്ട് പോലും ഉൾക്കൊള്ളാൻ തയ്യാറായില്ല എന്നാണ് ഡോക്ടർ ലീസ ഡോൺ പറഞ്ഞത്. താൻ അപ്പോഴും സെക്സിന് ശേഷം മൂത്രമൊഴിക്കുന്നത് തുടരുകയും ചെയ്തു. പക്ഷേ രസകരമായ കാര്യം, അപ്പോഴും തനിക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസുകളിൽ പ്രത്യേകിച്ച് യാതൊരു കുറവും സംഭവിച്ചില്ല എന്നുള്ളതാണ്. പിന്നെ ഒരു ദിവസം യാദൃശ്ചികമായിട്ട് താൻ സെക്സിന് ശേഷം മൂത്രമൊഴിക്കുന്നത് നിർത്തിയതിന് ശേഷം പിന്നീട് പുതുതായിട്ട് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസ് ഒന്നും തന്നെ ഉണ്ടായില്ല. അപ്പോഴാണ് ആ കോൺഫറൻസിൽ കേട്ട കാര്യങ്ങൾ സത്യമാണ് എന്ന് ബോധ്യമായത്. ഇന്ന് വേറെയും റിസർച്ചുകൾ വ്യക്തമായിട്ട് പറയുന്നുണ്ട് സെക്സിന് ശേഷം മൂത്രമൊഴിച്ചതുകൊണ്ട് പ്രത്യേകിച്ച് യാതൊരു പ്രയോജനവുമില്ല എന്ന്. പക്ഷേ ഇന്നും പല മെഡിക്കൽ വെബ്സൈറ്റുകൾ ഉൾപ്പെടെയുള്ള വെബ്സൈറ്റുകളിലും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സെക്സിന് ശേഷം സ്ത്രീകൾ മൂത്രമൊഴിക്കുന്നത് നല്ലതാണ് എന്നാണ്. ലൈംഗികതയെപ്പറ്റി നമ്മൾ ചെറുപ്പത്തിലെ കേട്ട് വളരുന്ന ഒട്ടുമിക്ക കാര്യങ്ങളും തെളിവുകളുടെ അഭാവത്തിൽ പോലും നമ്മൾ ഇന്നും അത് ഉറച്ചു വിശ്വസിക്കുന്നതിൻ്റെ പ്രധാന കാരണം ഈ വിഷയത്തെപ്പറ്റി നമ്മളുടെ മനസ്സിൽ ഉറച്ചുപോയ വ്യക്തമായ കാഴ്ചപ്പാടുകളാണ്. അപ്പം ഈ സ്വാധീനം സാധാരണ ജനങ്ങളെ പോലെ തന്നെ ഡോക്ടർമാർക്കും സെക്സിൽ ഗവേഷണം നടത്തുന്ന എക്സ്പേർട്ടുകൾക്കും ഒരുപോലെ ബാധകമാണ്. അതുകൊണ്ടാണ് നമ്മൾ ലൈംഗികതയിൽ വരുന്ന പുതിയ റിസർച്ചുകൾ നിരന്തരം പഠിച്ചുകൊണ്ടിരിക്കേണ്ടതിൻ്റെ ആവശ്യകതയും. കാരണം നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒട്ടുമിക്ക ലൈംഗിക പ്രശ്നങ്ങളും ഒരു ഡോക്ടറിൻ്റെ അടുക്ക് പോയി മരുന്ന് കഴിച്ചോ ഇഞ്ചക്ഷൻ ചെയ്തോ സർജറി ചെയ്തോ ഒന്നും നേരെയാക്കേണ്ട രോഗങ്ങളല്ല. അതുണ്ടാകുന്നത് പ്രധാനമായിട്ട് നമുക്ക് സെക്സിലുള്ള അറിവില്ലായ്മയും അജ്ഞതയും നമ്മളുടെ കൾച്ചറും മതവിശ്വാസങ്ങളും ഒക്കെ സെക്സിനെ പറ്റിയും ജെൻഡറിനെ പറ്റിയും ഒക്കെ ഉണ്ടാക്കിയ യാതൊരു അടിസ്ഥാനമില്ലാത്ത കെട്ടുകഥകളുടെ സ്വാധീനത്തിൽ നിന്നുമാണ്. അപ്പം ഈ ഒരു സ്വാധീനത്തിൽ നിന്ന് മുക്തമാകാൻ നമുക്ക് വേണ്ടത് സമഗ്രമായിട്ടുള്ള ഒരു ലൈംഗിക വിദ്യാഭ്യാസം ഉൾപ്പെടുന്ന കൗൺസിലിങ്ങും തുറന്ന സംഭാഷണവും മാത്രം മതി. നിങ്ങളുടെ ലൈംഗികതയ്ക്ക് എങ്ങനെ നിങ്ങളുടെ വ്യക്തിത്വത്തെയും ആത്മവിശ്വാസത്തെയും ഒക്കെ മാറ്റിമറിക്കാനുള്ളൊരു ശക്തിയുണ്ട് എന്നതിനെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. സോ until next time, this is Sangeet Sebastian signing off for VVox. Just sex, no shame.